അമേരിക്കയിലെ സുപ്രധാന നഗരങ്ങൾ താഴുന്നു. വിർജീനിയ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സ്റ്റേറ്റ് സർവകലാശാല ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് അങ്ങേയറ്റം ആശങ്ക പരത്തുന്ന ഈ കണ്ടെത്തൽ. ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ്, കൊളംബസ്, ഡെൻവർ, ഹ്യൂസ്റ്റൺ, ഷാർലറ്റ് തുടങ്ങിയ 26 നഗരങ്ങൾ അതിവേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പഠനം വെളിപ്പെടുത്തുന്നു. ഇതാദ്യമായാണ് ഉയർന്ന റെസല്യൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി നഗരങ്ങളിൽ ഭൂമി താഴുന്നതിന്റെ അളവ് കണക്കാക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് പഠനത്തിനായി തെരഞ്ഞെടുത്തത്. ഇവയിൽ 25 നഗരങ്ങളുടെ 65% അതിവേഗത്തിൽ വെള്ളത്തിലാവുന്നുണ്ട്. ഓരോ നഗരത്തിന്റെയും ഏറ്റവും കുറഞ്ഞത് 20% പ്രദേശങ്ങളും മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഗവേഷണ സംഘം കണ്ടെത്തി. പ്രതിവർഷം 2 മുതൽ 10 മില്ലിമീറ്റർ വരെ എന്ന നിരക്കിലാണ് നഗരപ്രദേശങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ ആണ് മുങ്ങിപ്പോകുന്ന നഗരങ്ങളിൽ ഒന്നാമത്. നഗരത്തിന്റെ 40% പ്രതിവർഷം 5 മില്ലിമീറ്റർ എന്ന നിരക്കിൽ മുങ്ങുന്നുണ്ട്. ഹ്യൂസ്റ്റണിന് തൊട്ടു പിന്നാലെ ഡാലസ്, ഫോർട്ട് വർത്ത് എന്നീ നഗരങ്ങളും പട്ടികയിലുണ്ട്. ആഗോളതാപനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നതും ഭൂഗർഭജലം വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നതുമാണ് ഈ ദുരന്തത്തിന് കാരണം. ജലം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ഭൂഗർഭ ജലാശയങ്ങൾ വീണ്ടും നിറയാതിരിക്കുന്ന അവസരങ്ങളിൽ ഭൂമി ചുരുങ്ങുകയും താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ഏറ്റവും അധികം ദൃശ്യമാകുന്ന നഗരപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നുണ്ട്. ഭൂപ്രദേശങ്ങൾ മുങ്ങുന്നതിന്റെ പരിണിത ഫലങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ദൃശ്യമാകില്ലെങ്കിലും കാലക്രമേണ പാലങ്ങൾ, വലിയ കെട്ടിടങ്ങൾ തുടങ്ങിയ നിർമ്മിതികളുടെ എല്ലാം നിലനിൽപ്പ് ഇത് അപകടത്തിലാക്കും. റോഡുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും നടപ്പാതകളിൽ ദൃശ്യമാകുന്ന അസ്വാഭാവിക വളവുകളും വാതിലുകളും ജനാലകളും കൃത്യമായി അടയ്ക്കാൻ സാധിക്കാതെ വരുന്നതും അടിത്തറകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം മണ്ണ് താഴ്ന്നു പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരകേന്ദ്രങ്ങളിൽ അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട്. പഠനപ്രകാരം സാൻ ഹോസെ, മെംഫിസ്, ജാക്സൺ വില്ലെ എന്നീ നഗരങ്ങളാണ് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളത്. എന്നാൽ ആശ്വാസത്തിന് വകയില്ലെന്നും അവയും അപകട ഭീഷണി നേരിടുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു.